ഹലോ നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ സുജിച്ചേട്ടൻ്റെ പഴയ വൈഫ് ഒരു ഇൻ്റർവ്യൂ പുതിയത് കൊടുത്തപ്പോൾ ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ കണ്ടോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. നമുക്ക് ആ ഇൻ്റർവ്യൂ ഒന്ന് ഫുള്ളായിട്ട് കണ്ടിട്ട് വരാം. എന്നോട് പറഞ്ഞത് എനിക്ക് ആര് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ ബിഗ് ബോസിലേക്ക് വരാനോ അല്ലെങ്കിൽ ഒരു ഫെയിം ഉണ്ടാക്കിയെടുക്കാനോ ഒന്നും അല്ല. സുജിച്ചേട്ടൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് പറയായിരുന്നു. ഫ്ലവേഴ്സിൽ ഈ രേണുവിനെ ഫാമിലിയായിട്ട് വന്നപ്പോൾ എനിക്ക് പറയായിരുന്നു. സുജിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞ് എനിക്ക് പറയായിരുന്നു. പക്ഷേ എന്നിട്ടും ഞാൻ പറയാതെ ഇപ്പോൾ വന്നെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടായത് കൊണ്ട് തന്നെയാണ്. അല്ലാതെ എനിക്ക് ഫെയിം ആവാനോ സെലിബ്രിറ്റി പദവിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. ഇനി ഞാൻ ഒരു ഇൻ്റർവ്യൂ കൊടുക്കത്തില്ല. പക്ഷേ എനിക്കെതിരെ ഇനി ആരെന്ത് പറഞ്ഞാലും നിയമപരമായിട്ട് തന്നെ പോകും. എൻ്റെ ചുറ്റിനും ഒരുപാട് ആൾക്കാരുണ്ട്. ധൈര്യമായിട്ടിരുന്നോളാൻ പറഞ്ഞു. പിന്നെ ഇന്നലെ ഞാൻ എൻ്റെ പ്രൊഡ്യൂസർ എന്നെ വിളിച്ചു. എൻ്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ഞാൻ ഉറങ്ങാത്തതുകൊണ്ട് എന്നെ വിളിച്ചിട്ട് ഒത്തിരി സങ്കടപ്പെട്ടു. ബീന ചേച്ചിയാണ് ഇപ്പോൾ കൂടെയുള്ളത്. ചേച്ചിയെ നമ്മളിപ്പോഴാണ് സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞു തുടങ്ങുന്നത്. രേണുസുതി ആദ്യം ചേച്ചിക്കെതിരെ രംഗത്ത് വരുന്നു. അതിനുശേഷമാണ് ചേച്ചിയായിരുന്നു കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യ എന്ന് ചേച്ചി വെളിപ്പെടുത്തുകയായിരുന്നു. ആ ചേച്ചി അതിൽ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഇതൊരിക്കലും ഞാൻ പുറത്ത് പറയണമെന്ന് കരുതിയതല്ല എന്ന്. ചേച്ചി എന്തുകൊണ്ടായിരുന്നു? കാരണം നിങ്ങൾ പരസ്പരം പറഞ്ഞിട്ടുള്ളതാണ് ഒരിക്കലും വിവാഹബന്ധം ഏർപ്പെടുത്തിയതിനു ശേഷം ഒരിക്കലും ഇത് പരസ്പരം പറയില്ല, ആരോട് പറയുന്നില്ല. പക്ഷെ എന്തുകൊണ്ടായിരുന്നു ചേച്ചി തുറന്നു പറയേണ്ട ഒരു അവസരമായി എന്ന് ചേച്ചിക്ക് തോന്നുന്ന ഒരു കാരണം എന്തായിരുന്നു? എൻ്റെ നിലവിലുള്ള ഫാമിലിയിൽ ബുദ്ധിമുട്ട് ആകുമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിത് പുറത്ത് പറയണമെന്ന് ആഗ്രഹിച്ചത്. പക്ഷേ എൻ്റെ ഫേസ് ഒരിക്കലും ഞാൻ കാണിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു. ഞാൻ എൻ്റെ ഫാമിലിയെ ഒരുപാട് സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് പ്രശ്നങ്ങൾ തുടങ്ങിയത് കൊണ്ടാണ് എനിക്ക് ഇത് പുറത്ത് വെളിപ്പെടുത്തേണ്ടത്. എന്നിട്ടും ഞാൻ എൻ്റെ ഫേസ് കാണിച്ചില്ല. ഫേസ് കാണിക്കാതെ ഞാൻ വോയിസിലൂടെ വന്നു. പക്ഷേ അതിലൊന്നും എനിക്ക് ശരിയാകത്തില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ എനിക്ക് ഫേസ് വെളിയിൽ കാണിക്കേണ്ടി വന്നു. അതിൽ ഇപ്പോൾ രേണുസുതി ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരതിൽ പറയുന്നുണ്ട് അവർ തമ്മിൽ വിവാഹബന്ധം ഉണ്ടായിരുന്നില്ല എന്നുള്ള തരത്തിലാണ് രേണു സംസാരിക്കുന്നത്. അതാണ് ചേച്ചി ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത്? തീർച്ചയായിട്ടും എനിക്ക് അത് മാത്രമല്ല വിഷമിപ്പിച്ചത്. അത് വിഷമിപ്പിച്ചോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം എന്താണെന്നറിയോ, ഇപ്പോൾ സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞൊരു വ്യക്തി പുള്ളിയുടെ ഫുൾ കാര്യങ്ങൾ അറിഞ്ഞിട്ട് അവൾ ലൈഫിലേക്ക് വന്ന ഒരാളാണ്. ഞാൻ ഇരിക്കുമ്പോൾ തന്നെ വന്ന ഒരാളാണ്. അപ്പോൾ എന്നെ അറിയില്ല എന്ന് പറയുന്നത് തന്നെ ഭയങ്കര കള്ളത്തരമാണ്. പിന്നെ രേണു ചെയ്യുന്ന ജോലി അത് അവൾ ചെയ്യും. അവൾക്ക് കിട്ടുന്നത് അവൾക്ക് കിട്ടും, എനിക്ക് കിട്ടുന്നത് എനിക്ക് കിട്ടും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ചേച്ചി ഒട്ടും നിവൃത്തിയില്ലാതെ തുറന്നു പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ പുറകിൽ ചേച്ചിക്ക് വരുന്ന ഒരു സൈബർ അറ്റാക്ക് അത് ഭയങ്കര ഭീകരമായി ഫീൽ ചെയ്യുന്നില്ലേ? തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തിനാണ് ഇപ്പം വന്ന് പറഞ്ഞത്, ഈ ജനങ്ങൾ ചിന്തിക്കുന്നില്ല എന്ന് വെച്ചാൽ എന്തെങ്കിലും ഉണ്ടായിട്ടായിരിക്കും, അവരൊന്നും എന്തായാലും കള്ളം പറയില്ല, എന്തെങ്കിലും അതിലുണ്ടായിട്ടായിരിക്കും എന്ന് ചിന്തിക്കുന്നില്ല. അതുപോലെ അതെനിക്ക് തോന്നിയത്, കാരണം ചേച്ചിക്ക് വേണമെങ്കിൽ ഫെയിം ആവണമെന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് ആ സമയത്തെ പറയായിരുന്നു. ഈ സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് ചേച്ചിക്ക് വേണമെങ്കിൽ പറയായിരുന്നു ഞാനും ഭാര്യയായിരുന്നു എന്നുള്ളത് ചേച്ചിക്ക് വേണമെങ്കിൽ ആ സമയത്ത് പറയാമായിരുന്നു. അതുപോലും പറയാതെ ചേച്ചി ഇപ്പോൾ ഈ പറയുന്നതിന്റെ മാനസികാവസ്ഥ ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നില്ല. ഞാനൊരു പെണ്ണാണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. എനിക്ക് ഫാമിലി ഉണ്ടെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. ഞാൻ നേരിട്ട് കൊടുക്കുന്ന ഇൻ്റർവ്യൂസ് അല്ലാതെ ഇവരെ എടുത്ത് കണ്ടന്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അവരാണ് കാരണം അവർക്ക് പെങ്ങന്മാരുണ്ടെന്നോ ഇല്ലെങ്കിൽ അവർക്ക് അമ്മയുണ്ടെന്നോ ഭാര്യ ഉണ്ടെന്നോ ഇതൊന്നും അവർ ചിന്തിക്കുന്നില്ല. അവർ ചിന്തിക്കുന്ന ഒരു കാര്യം, അവർക്ക് കണ്ടന്റ്, കാശ്, ഇതാണ് അവർ ചിന്തിക്കുന്നത്. വല്ലാതെ വ്യക്തിഹത്യ ചെയ്യുന്നു തോന്നുന്നുണ്ട് ചേച്ചിയുടെ ക്യാരക്ടറിനൊക്കെ പറഞ്ഞുകൊണ്ടുള്ള. തീർച്ചയായിട്ടും പറയുന്നുണ്ട്. അതിൽ വേദനിപ്പിച്ച എന്താണ് അത് കണ്ടപ്പോൾ? എനിക്ക് വേദനിച്ചെന്ന്, എല്ലാം വേദന തന്നെയാണ്, എല്ലാ കാര്യങ്ങളും വേദന തന്നെയാണ്. എനിക്ക് ആര് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ ബിഗ് ബോസിലേക്ക് വരാനോ അല്ലെങ്കിൽ ഒരു ഫെയിം ഉണ്ടാക്കിയെടുക്കാനോ ഒന്നും അല്ല. ഞാനിത് വോയിസ് ഇട്ടപ്പോൾ തന്നെ ഈ യൂട്യൂബേഴ്സ് തന്നെ പല ആൾക്കാരും നിങ്ങൾക്ക് മുഖം കാണിച്ചുകൂടെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വോയിസ് ഇടുന്നത്? അപ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഫാമിലി ഉണ്ട്, എനിക്ക് മുഖം കാണിക്കാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ 1-2 ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും എനിക്ക് മാനസികമായിട്ട് കുറച്ച് പ്രോബ്ലം ഉണ്ടായി. അതാണ് സത്യം. പക്ഷേ നിങ്ങൾ ലിവിംഗ് റിലേഷൻ ആയിരുന്നു അല്ലെങ്കിൽ വിവാഹ ജീവിതം തന്നെ? അല്ല, വിവാഹ ജീവിതം തന്നെയായിരുന്നു. പക്ഷേ ഈ ഡിവോഴ്സിലേക്ക് നയിച്ചൊരു കാരണം രേണു തന്നെയായിരുന്നു? രേണു ഒരു മുഖ്യ വിഷയമായിരുന്നു. പിന്നെ അല്ലാതെ തന്നെ കുറച്ച് വിഷയങ്ങളുണ്ടായിരുന്നു ആ സമയത്ത്. കാരണം പുള്ളി മാത്രമേ മരിച്ചിട്ടുള്ളൂ. പുള്ളി അറിയാവുന്ന ഒരുപാട് പേർക്ക് ഈ കാര്യങ്ങൾ അറിയാം. ഇന്നലത്തെ എൻ്റെ ഇൻ്റർവ്യൂവിലും നിച്ചു എന്ന് പറഞ്ഞൊരു പയ്യൻ ഇട്ടിട്ടുണ്ട്. ഈ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കറിയാം. അതുപോലെ ശ്രീകാന്തേട്ടൻ അറിയാം ഞങ്ങളുടെ ഈ ഇഷ്യൂസ് എന്താണ് തുടങ്ങിയെന്നുള്ള. ഇത് ജീവിച്ചിരിക്കുന്ന എന്നെ പോലെ തന്നെ ജീവിച്ചിരിക്കുന്ന കുറച്ച് പേർക്കറിയാം. ചേച്ചി ഒരു കലാകാരി കൂടിയാണ്. അതെ. ഇപ്പോൾ ചേച്ചി തന്നെ പറയുന്നുണ്ട്, ഞാൻ കുറെ വർഷങ്ങൾക്ക് ശേഷം എന്റെ കലാജീവിതം തിരിച്ചു പിടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണെന്ന്. ചേച്ചിയുടെ തുടർന്നുള്ള ജീവിതത്തെ കൂടി ഭീഷണിപ്പെടുന്ന തരത്തിൽ കാര്യങ്ങൾ പോയപ്പോഴായിരുന്നു തുറന്നു പറച്ചിലുണ്ടായത്? അതെ. ഞാൻ ഈ ഒരു ഇഷ്യൂസ് കാരണം ഞാൻ ഒരു 5 വർഷം വരെയും 6 വർഷം വരെയും ഫീൽഡ് ഔട്ട് ആയിരുന്നു. ഞാൻ ഫീൽഡൊന്നും വരാതെ നിൽക്കുമായിരുന്നു. പിന്നെ വീണ്ടും എനിക്ക് വരേണ്ടി വന്നു. കാരണം നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോബല്ലേ നമ്മൾ ചെയ്യേണ്ടത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോബാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പക്ഷെ അതും എനിക്ക് നേരെ ചൊവ്വേ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം ചെല്ലുന്നിടത്ത് മൊത്തം ഈ രേണു പറയുന്ന കാര്യങ്ങളാണ് ആൾക്കാർ പറയുന്നതും. ഇപ്പം കുറേ പേര് എന്നോട് ചോദിച്ചു, ഇത് നിങ്ങൾ 2 പേരിൽ ഒതുങ്ങേണ്ട കാര്യമല്ലേ, എന്തിനാണ് ഈ പബ്ലിക്കായിട്ട് വന്ന് പറഞ്ഞതെന്നുള്ളത്. ഞാനല്ല ഈ വിഷയങ്ങൾക്കൊന്നും തിരശീല കൊടുത്ത് വിട്ടത്. എനിക്കിത് പറയേണ്ട കാര്യവുമില്ല. സുജിച്ചേട്ടൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് പറയായിരുന്നു. ഫ്ലവേഴ്സിൽ ഈ രേണുവിനെ ഫാമിലിയായിട്ട് വന്നപ്പോൾ എനിക്ക് പറയായിരുന്നു. സുജിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞ് എനിക്ക് പറയായിരുന്നു. പക്ഷേ എന്നിട്ടും ഞാൻ പറയാതെ ഇപ്പോൾ വന്നെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടായത് കൊണ്ട് തന്നെയാണ്. അല്ലാതെ എനിക്ക് ഫെയിം ആവാനോ സെലിബ്രിറ്റി പദവിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. രേണു സുധിച്ചേട്ടനുമായിട്ട് മെസ്സേജ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നു.
വേദനിപ്പിച്ച് വേറെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം എൻ്റെ വീട്ടിൽ ഞാൻ ഒരാളാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ വേറെ മക്കളോ അല്ലെങ്കിൽ ഫാദറോ ഒന്നുമില്ല, ഞാനും എൻ്റെ അമ്മയും മാത്രമാണ്. അപ്പോൾ നമ്മളെ കൈപിടിച്ച് ഒരാൾ കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ കൈ പിടിക്കുമ്പോൾ നമ്മളെപ്പോഴും നമുക്ക് അതിനു മുമ്പേ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും നമ്മൾ വരുന്നവരാണ്, കരകയറി വരുന്നവരാണ്. അപ്പോൾ സ്വന്തമായിട്ട് ജോലിയെടുത്ത് ജീവിച്ച് സ്വന്തമായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അവിടെയും നമുക്ക് പരാജയം, ഇവിടെയും നമുക്ക് പരാജയം എന്ന് വരുമ്പോൾ അങ്ങനെ എനിക്ക് ഒരുപാട് ഇമോഷണലി എനിക്ക് പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. ഇവിടെയും നമുക്ക് പരാജയം, ഇവിടെയും നമുക്ക് പരാജയം എന്ന് വരുമ്പോൾ അങ്ങനെ എനിക്ക് ഒരുപാട് ഇമോഷണലി എനിക്ക് പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. ചേച്ചി രേണുവിനോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മെസ്സേജ് അയക്കരുത് എന്നുള്ളത് കാര്യം? എനിക്ക് രേണുവാണെന്ന് സത്യത്തിൽ ഞാൻ കുറേ കഴിഞ്ഞാണ് രേണുവാണെന്നൊക്കെ അറിയുന്നത്. എനിക്ക് രേണുവാണെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ ഈ മെസ്സേജ് അയച്ച ആളോട് സംസാരിച്ചിട്ടുണ്ട്. രേണുവാണെന്ന് പറഞ്ഞിട്ടല്ല ഞാൻ സംസാരിച്ച്, അവരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ചേച്ചി ഇങ്ങനെ തന്നെയാണ് പറഞ്ഞ കുടുംബം തകർക്കരുത് എന്നുള്ള രീതിയിൽ തന്നെ? അതെ അതെ അതെ. അപ്പോൾ എന്നോട് പറഞ്ഞു, നിന്നെക്കുറിച്ച് നീ നിൻ്റെ കാര്യം നോക്ക്, നീ കൂടുതലൊന്നും എന്നോട് സംസാരിക്കേണ്ട, ഇങ്ങനെയൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ അവസാനം രേണു പറയുന്നത് വിവാഹശേഷം ചേച്ചി രേണുവിന് കുറച്ച് മെസ്സേജ് അത് പ്രയോഗിച്ചൊരു രീതി എന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതൽ മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, ഞാൻ സുചേട്ടൻ മരിക്കുന്നതിന് 1 വർഷം മുന്നെയാണ് രേണുവിന് ഫേസ്ബുക്കിൽ ഞാൻ ഫസ്റ്റ് ഒരു ഹായ് ഇട്ടു. അത് കഴിഞ്ഞ് ഫേസ്ബുക്ക് കോളാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പുള്ളിക്കാരത്തിൽ ഇതൊന്നും പറയാനൊന്നുമല്ല, കാരണം എനിക്ക് വേറെ ലൈഫായി, പുള്ളിക്കാർക്ക് വേറെ ലൈഫായി, നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോഴാണ് പറയുക, ഇങ്ങനെ ഞാൻ പറഞ്ഞു രേണു ഇങ്ങനെ സുചേട്ടൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. നന്നായിട്ട് എന്നോട് സംസാരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരത്തി എന്താ പറയുക, ഞാൻ പറയാമെന്നൊക്കെ പറഞ്ഞാണ് ഫോൺ വെച്ചത്. പിന്നെ ഞാൻ രേണുവിനെ ഇങ്ങനെ മെസ്സേജ് ഒന്നും അയച്ചിട്ടൊന്നുമില്ല. അതിനുശേഷം പിന്നെ ഞാൻ കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല. ഇല്ല, രേണുവിനെ നേരിട്ട് കണ്ടിട്ടില്ല. അവിടെ എപ്പോഴും സുധിച്ചേട്ടൻ ചേച്ചി കണ്ടിരുന്നു എന്നുള്ള രീതിയിൽ രേണു സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നില്ലേ? അത് മാത്രമേ ഉണ്ടായിരുന്നില്ല, നേരിട്ട് കോൺടാക്ട് പിന്നെ ഉണ്ടായിരുന്നില്ല? ഇല്ല, സുധിച്ചേട്ടനെ ഞാൻ കണ്ടിരുന്നു. മരിക്കുന്നതിന് 1 മാസം മുന്നേ ഞങ്ങൾക്ക് ഒരേ സ്റ്റേജിലായിരുന്നു പ്രോഗ്രാം, അപ്പോഴും കണ്ടിരുന്നു. അന്ന് സുധിച്ചേട്ടൻ എന്തെങ്കിലും ചേച്ചിയോട് സംസാരിച്ചിരുന്നു? അന്ന് സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു, അത്രേ ഉള്ളൂ. ഞാനും പ്രോഗ്രാം ചെയ്യുന്ന ആ സ്റ്റേജിൽ തന്നെയാണ്. ഇവർക്ക് ഫസ്റ്റ് പ്രോഗ്രാമും എനിക്ക് സെക്കൻഡ് പ്രോഗ്രാമായിരുന്നു. പിന്നെ ഞാൻ കൂടുതൽ സമയം നിന്നില്ല, കാരണം ഞങ്ങൾക്ക് അവിടെ ഒരു കമ്മിറ്റി ഓഫീസിൽ ചേട്ടൻ്റെ വീട്ടിലായിരുന്നു റൂം. ഞങ്ങൾക്ക് ഫസ്റ്റ് പരിപാടി, തലേന്നത്തെ പരിപാടി കണ്ണൂരായിരുന്നു. അപ്പോൾ കണ്ണൂർ പരിപാടിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പാലക്കാട്ടേക്ക് വരുമായിരുന്നു. അപ്പോൾ പാലക്കാട്ടേക്ക് വന്നപ്പോൾ ആ സ്റ്റേജിലാണ് ഇവരെ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഞങ്ങളൊരു 11 മണിയായപ്പം പ്രോഗ്രാം സൈറ്റിലെത്തി. മറ്റേ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവിടുന്ന് തലേന്ന് തന്നെ വണ്ടി എടുത്ത് 11 മണിയൊക്കെ ആയപ്പം, രാവിലെ 11 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ എത്തി. പിന്നെ നമ്മൾ അവിടെ റൂം നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നു. അവിടുത്തെ ഞങ്ങൾ 3 പെണ്ണുങ്ങളായിരുന്നു ഉള്ളത്. അപ്പോൾ പെൺപിള്ളേർക്ക് റൂം തന്നു. നമുക്ക് പ്രോഗ്രാം ബുക്ക് ചെയ്ത് ചേട്ടൻ്റെ അടുത്ത് വീട്ടിൽ തന്നെ റൂം തന്നു. നമ്മൾ അവിടെ പോയി ഫ്രഷായി ഉറങ്ങുമായിരുന്നു. പിന്നെ വൈകിട്ട് ഒരു 5 മണിയൊക്കെ ആയപ്പം ഞങ്ങൾ ഈ ഫസ്റ്റ് പരിപാടി ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഫസ്റ്റ് കോമഡി ഷോ ഉണ്ടെന്ന് ഗാനമേളയുടെയൊക്കെ കൂടിയായിരുന്നു. അപ്പോൾ ഇതുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കോസ്റ്റ്യൂമൊക്കെ വാരി, നമ്മൾ തലേന്ന് പ്രോഗ്രാം കളിച്ചിട്ട് വന്നേലേ, അപ്പോൾ കോസ്റ്റ്യൂമൊക്കെ വാരി വെക്കാമെന്ന് പറഞ്ഞ് വന്നപ്പോഴാണ് ഞങ്ങളുടെ പ്രൊഡ്യൂസറായിട്ടും പറഞ്ഞത്, എടി നിൻ്റെ എക്സ് ഹസ്ബൻഡ് അവിടെ നിൽക്കുന്നു, ഇങ്ങനെ കളിയാക്കി. ഞാൻ ചെന്നെ കളിയാക്കിയതായിരിക്കുമെന്ന് അങ്ങനെ കണ്ട് അങ്ങനെ വേറൊന്നും സംസാരിച്ചില്ല. അതും പറഞ്ഞു, ആരോ ഒരാൾ കമൻറ്റ് ഇട്ടു, എന്തോ പിന്നെ സുധിയെ ഞാൻ കാണാൻ പോയത് പൈസ മേടിക്കാൻ വേണ്ടിയിട്ടാണോ കമൻറ്റ് കിടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഞാൻ സുധിയുടെ പൈസ മേടിക്കാനൊന്നും ഇതുവരെ പോയിട്ടില്ല. എന്നുവെച്ചാൽ സുധിയെ ഞാൻ കാണാൻ അങ്ങോട്ട് പോയത് സുധിയുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത്ര ദാരിദ്ര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. സുധിച്ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആളുകൾ പറയുന്നത് സുധിച്ചേട്ടന് കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കാറ്ററിംഗ് പോലുള്ള പരിപാടികൾക്കൊക്കെ ചേട്ടൻ പോകുമായിരുന്നു എന്നുള്ളത്. സുധിച്ചേട്ടനല്ല, കിച്ചുവാണ് പോയിക്കൊണ്ടിരുന്നത്. കിച്ചു പോകുമെന്ന് പറഞ്ഞു. അത് ഈ രേണു പറഞ്ഞാൽ എനിക്കറിയാം. പക്ഷേ ഞാൻ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. കിച്ചു എന്നെ കണ്ടിരുന്നു, ഏതോ ഒരു കല്യാണ ഫംഗ്ഷന് കണ്ടിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, കല്യാണത്തിനുണ്ടായിരുന്നു? അല്ല, അവർ കാറ്ററിംഗ് വർക്കിന് വരുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ്. സുധിച്ചേട്ടൻ ആ സമയത്ത് ചേച്ചി സമയത്തും സുധിച്ചേട്ടൻ ഇതുപോലത്തെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. പിന്നീടാണ് ഉണ്ടായത്. അപ്പോൾ അതിനൊപ്പം തന്നെ കിച്ചുവിനെ നോക്കാറില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇതും വന്നതും ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചാണ് അല്ലേ? കിച്ചുവിനെ നോക്കാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കിച്ചു എൻ്റെ അച്ഛൻ്റെ വീട്ടിലാണ് നിന്നത്. അപ്പോൾ എന്താ പറയുക, ഒരു ബ്ലോഗർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആരൊക്കെയോ അവർക്ക് മെസ്സേജ് അയക്കുന്നു, എൻ്റെ സ്വഭാവ ദൂഷ്യവും ഇല്ലെങ്കിൽ കിച്ചുവിനെ നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, ആർക്കാണോ പറയാനുള്ള അവർ നേരിട്ട് വന്ന് പറയുക, എൻ്റെ ഡീറ്റെയിൽസ് ലൈവിൽ വന്ന് പറയുക, ഞാൻ അവർക്കുള്ള മറുപടി കൊടുത്തോളാം. അല്ലാതെ ഈ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ വാട്സപ്പിലും ബ്ലോഗർമാരെ വിളിച്ചിട്ട് അതെ അവൾ ഇൻ്റെ അടുത്തുള്ള അവൾ ഇത്ര കല്യാണം കഴിച്ചിട്ട് ഇത്ര മക്കളുണ്ടോ, ഇങ്ങനെയാണ്, വേറൊരുത്തനെ കളഞ്ഞിട്ട് ഇവൻ്റെ കൂടെയാണ്, അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അല്ലേ? ഒരാളെക്കുറിച്ച് നമുക്ക് പറയണമെങ്കിൽ നമ്മൾ നേരിട്ട് വന്ന് പറയുക, നേരിട്ട് വന്ന് ഞാൻ പറഞ്ഞ പോലെ പറയുക, അവൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുക. അതിന് ധൈര്യം ഇല്ലാത്തവർ ഇവിടുന്ന് മുക്കും മൂലയും വോയിസ് ആയിട്ട് ഇട്ട് കൊടുക്കുകയും ഈ ബാഡായിട്ടുള്ള കമൻറ്റുകൾ ഇടുക, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. മനസ്സിലായി? കാരണം ഞാൻ എന്താണെന്ന് എൻ്റെ ഭർത്താവിന് അറിയാം. അതറിഞ്ഞാണ് എന്നെ കല്യാണം കഴിച്ചത്. പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു 10 പേരാണ് എൻ്റെ കൂടെ നിൽക്കുന്ന. 10 പേർക്കറിയാം. ആരോട് ഞാൻ ഒളിച്ചു വെച്ചിട്ടില്ല. ഞാൻ എന്താണ്, എൻ്റെ ക്യാരക്ടർ എന്താണ്, എൻ്റെ പാസ്റ്റ് എന്താണ് എന്നെല്ലാം അറിയാം. ഞാൻ ഒരു കാര്യങ്ങളും മറച്ചു വെച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനകത്ത് വലിയ പ്രശ്നവുമില്ല. അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല. സുധിച്ചേട്ടൻ്റെ കൂടെ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് രേണു എപ്പോഴെങ്കിലും ചേച്ചിയോട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, കിച്ചുവിൻ്റെ കാര്യം മാത്രമാണ് സംസാരിച്ചു. അല്ല, ഞങ്ങൾ കൂടുതൽ സംസാരിച്ചില്ല മോനെ. ഞങ്ങൾ സംസാരിച്ചത് ഇത്രയേ ഉള്ളായിരുന്നു. ഇങ്ങനെ സുചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. ചേച്ചി ആ വീഡിയോയിൽ ചേച്ചി ആദ്യം ഇട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു, ചേച്ചിയായിട്ടൊരു വീഡിയോ, അതിൽ പറഞ്ഞിരുന്നല്ലോ കിച്ചുവിനെ കുറിച്ച്. അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കിച്ചു ബാധിതയാണ്, അങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ല ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ചേച്ചിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നോ കിച്ചുയുടെ കാര്യം എന്താവും എന്നുള്ളത്? അങ്ങനെ അവരങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് സുഹൃത്തുക്കളോട് ഇതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു. ഇങ്ങനെ അവൾ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കൂടുതൽ സ്റ്റഡി അതിനകത്ത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, കാരണം ഞാൻ സെപ്പറേറ്റഡ് ആണ്. ഇനി എനിക്ക് ഒരു വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരൊക്കെ അവനെ തള്ളിക്കളഞ്ഞാലും അവൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ തള്ളിക്കളയത്തില്ല, അതെനിക്കറിയാം. പിന്നെ അതിലെനിക്ക് ഇഷ്യൂസ് ഇല്ല. ഈ സുധി പോയാൽ പോലും അവർ നോക്കിക്കോളും. അതുകൊണ്ട് എനിക്ക് അതിൽ വിഷയമില്ലായിരുന്നു. ആ ഒരു ടെൻഷനൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആൾക്കാരോട് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസമായിരുന്നു സുധിച്ചേട്ടൻ്റെ ഓർമ്മ ദിവസത്തിൽ അലിൻ ജോസ് പെരേര അവിടെ നിന്ന് ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു.
അതൊക്കെ കണ്ടപ്പോൾ എന്താ തോന്നി ചേച്ചിക്ക് ശരിക്കും? അത് എൻ്റെ കൂട്ടുകാരൊക്കെ എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എന്ത് തോന്നാൻ, ഞാൻ എന്ത് പറയാനാ. കാരണം ഇവിടുത്തെ വീട്ടിൽ നല്ലതുപോലെ എല്ലാ കർമ്മങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നം ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. കാരണം സുചേട്ടൻ ഇപ്പം നമ്മുടെ ഈ വിശ്വാസമൊക്കെ അനുസരിച്ച് പറയുകയാണെങ്കിൽ സുചേട്ടൻ കോട്ടയത്ത് പോലും കാണത്തില്ല. അവിടെ കൊണ്ട് ആ പുള്ളിനെ അടക്കിയിട്ടുണ്ടെങ്കിൽ പോലും പുള്ളി ഇവിടുത്തെ കുടുംബ വീട്ടിലൊക്കെ തന്നെ കാണുമായിരിക്കും. ഈ വിശ്വാസങ്ങളാണല്ലോ ഓരോരുത്തർക്ക്, മനസ്സിലായോ? ഇപ്പോൾ വേറൊരു സുഹൃത്തിൻ്റെ ഒരു ഓഡിയോ പുറത്ത് വന്നിരുന്നു. അതായത് സുധിച്ചേട്ടൻ ആഗ്രഹം തന്നെ അടക്കുന്നുണ്ടെങ്കിൽ അത് സ്വന്തം നാട്ടിൽ തന്നെ ആയിരിക്കണം, കുടുംബ വീട്ടിലായിരിക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ അത് നടന്നില്ല. അത് രേണുവിൻ്റെ നിർബന്ധപ്രകാരം അങ്ങോട്ട് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വോയിസ് ക്ലിപ്പ് കണ്ടിരുന്നു. സുധിച്ചേട്ടൻ സ്വന്തം നാടിനോട് അത്രയ്ക്ക് അറ്റാച്ച്മെന്റ് ഉള്ള ഒരാളായിരുന്നു? തീർച്ചയായിട്ടും നല്ല അറ്റാച്ച്മെന്റ് ആയിരുന്നു. എപ്പോഴെങ്കിലും ചേച്ചിയോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും ഇരിക്കുമ്പോൾ ഇങ്ങനെ തമാശയ്ക്ക് പറയും, പുള്ളി പറഞ്ഞിട്ടുണ്ട്. എന്താ ചേച്ചിയോട് എന്തായിരുന്നു ആ സമയത്ത് പറഞ്ഞത്? അങ്ങനെ നമ്മളുള്ളപ്പോൾ ഇങ്ങനെ പറയും, ഞാൻ കൊല്ലം സുധിയാണ്, എനിക്ക് കൊല്ലംകാരനായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം എന്ന് പറയുമായിരുന്നു. ശരിക്കും അങ്ങനെ ഒരു അടക്കം നടന്നതിൽ അവരുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ വിഷമമുണ്ടല്ലേ? അവർക്ക് ഉണ്ടായിരിക്കും. ഞാൻ ഈ ഒരു ഫീൽഡ് വിട്ടിട്ട് നമുക്കങ്ങനെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മ്യൂക്രി ഫീൽഡിലൂടെ വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ഒരു ഫീൽഡ് വിട്ടതിന് ശേഷം ഇപ്പോഴും നമ്മളെ ചേർത്ത് പിടിച്ചിരുന്ന കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ. അല്ലാത്തവരാരുമായിട്ട് ഞാനിപ്പോൾ വലിയ കമ്പനിയില്ല. ഞാൻ സുധിച്ചേട്ടൻ്റെ കൂടെ ജീവിച്ച ഒരാളെന്ന നിലയിൽ കൂടി ചോദിക്കുകയാണ്, ചേച്ചിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? രേണു സുധിച്ചേട്ടൻ്റെ ഒരു ഫ്രെയിമിൽ അത് നോക്കി ജീവിക്കുന്ന ഒരാളാണ് എന്ന് ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ? ഇത്രയ്ക്കും വേണ്ടിയിരുന്നില്ല എന്ന് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ പേഴ്സണലി അവരെ കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ ആളല്ല. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ സൂചന പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഫാമിലിയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. ഞാനും എൻ്റെ ഹസ്ബൻഡുമായിട്ട് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അത് അവരുടെ ഫാമിലി തന്നെ ഒതുങ്ങുന്ന കാര്യങ്ങൾ ആയിരിക്കും. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. രേണുവിന് മുമ്പ് വിവാഹം നടന്നിട്ടുള്ളതായിട്ട് എന്തെങ്കിലും ചേച്ചിക്ക് അറിവുണ്ടോ? എനിക്കറിയില്ല. അറിയാത്ത കാര്യം എനിക്ക് പറയാം. ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുമില്ല, തിരക്കിയിട്ടുമില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ അന്ന് ഞങ്ങൾ ഡിവോഴ്സായി പോന്നു. പിന്നെ ഞാൻ ചെല്ലുന്നത് സുധിച്ചേട്ടൻ്റെ മരണത്തിനാണ്. മരണത്തിന് ചെന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെന്നിരുന്നു. മരണത്തിന് ചെന്നിരുന്നു. 11 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ചെന്നു. 11 മണിയൊക്കെ ആ ടൈമാണെന്ന് തോന്നുന്നു, ഓർമ്മയില്ല. ചെന്നിരുന്നു. സുധിച്ചേട്ടൻ്റെ ബോഡി ഞാൻ ചെന്നതിന് ശേഷമാണ് കൊണ്ടുവന്നത് എറണാകുളത്തുനിന്ന്. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് ബോഡി എടുത്തപ്പോൾ തന്നെ ഞാൻ പോരുകയും ചെയ്തു. ശരിക്കും മരണത്തിന് 1 മാസം മുമ്പ് കാണുന്നു, പെട്ടെന്ന് മരണ വാർത്ത കേട്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി കാണുമല്ലോ. അതെ. ചേച്ചി എപ്പോഴായിരുന്നു അറിയുന്നത് സുധിച്ചേട്ടൻ്റെ മരണം? രാവിലെയാണ് അറിയുന്നത്. അതിപ്പോൾ സുധിച്ചേട്ടൻ്റെ ആരായാലും നമുക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഫീൽ ഉണ്ടായിരുന്നു, അയ്യോ എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ഒരു. പിന്നെ അപ്പോൾ തന്നെ കോൾ എടുത്ത് എൻ്റെ ഫോൺ ഓഫായിരുന്നു. പിന്നെ അപ്പോഴത്തെ തന്നെ ഫോൺ കുത്തിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള നമ്പറിലൊക്കെ കോൺടാക്ട് ചെയ്തു. അപ്പോഴും പറഞ്ഞ് സത്യമാണെന്ന് പറഞ്ഞു. ചേച്ചിക്ക് എങ്ങനെ ഭീഷണി കോളുകൾ വരുന്നുണ്ടോ? കൊണ്ടുവരുന്നുണ്ട് കോളുകൾ. എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കുന്നു, അവളോട് മര്യാദയ്ക്ക് ഇരുന്നോളാൻ പറയണം. ഈ നെറ്റ് കോളാണ് വരുന്നത്. പിന്നെ ഇല്ലെങ്കിൽ അവളെ ഞങ്ങൾ വലിച്ചീറി ഒട്ടിക്കും. എന്തുവാ, അവളെ എങ്ങനെയുള്ളവളാണെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങളെല്ലാം പുറത്ത് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞു. എനിക്ക് അതിലൊന്നും പ്രശ്നമില്ല. ഞാൻ പറഞ്ഞില്ല ഞാൻ എന്താണെന്ന്. എനിക്ക് ഒരാളെ മാത്രം, 2 പേരെ മാത്രം ബോധം, എൻ്റെ ഹസ്ബൻഡിനെ എൻ്റെ കുഞ്ഞിനെ. ആ 2 പേർക്കും എൻ്റെ കുഞ്ഞ് അവൻ ചെറുതായതുകൊണ്ട് അവൻ അറിയാറായി വരുന്നേ ഉള്ളൂ. അപ്പം എനിക്ക് അവനെ ഇപ്പം ബോധിപ്പിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഹസ്ബൻഡിനെ ബോധിപ്പിച്ചാൽ മതി. പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്നവർക്കെല്ലാം അറിയാലോ ഞാൻ എന്താണെന്നുള്ളതും, ഞാൻ എങ്ങനെയാണെന്നുള്ളതും, ഞാൻ എങ്ങനെ വന്ന ഒരാളാണെന്നുള്ളതും. ഞാൻ അങ്ങനെയല്ല എന്ന് ഞാൻ ആരുടെ വാദിക്കുന്നില്ല. ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇപ്പോൾ രേണു സുധി ഇതൊക്കെ ഇങ്ങനെ ഇന്റർവ്യൂസിൽ ഇങ്ങനെ പറയുന്നത്? അങ്ങനത്തെ ഒരു ഫീൽ തോന്നിയോ? അല്ല, രേണു ആദ്യം പറഞ്ഞത് ഇൻ്റർവ്യൂസിലൊന്നുമല്ല. രേണു ആദ്യം പറഞ്ഞത് എൻ്റെ സുധിയുടെയും കോമൺ ഫ്രണ്ട്സിൻ്റെ അടുത്താണ് പറഞ്ഞത്. ബിനു ചേട്ടൻ കോട്ടയത്താണ്, പുള്ളിയോടാണ് പറഞ്ഞത്. പുള്ളിയോട് പറഞ്ഞ് വഴക്കൊക്കെ കൂടി ഇവളുടെ ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ട് ചേട്ടനാണ് ഇവളെ സെലക്ട് ചെയ്യുന്നതും. അങ്ങനെയുള്ള ആൾക്കാരോടാണ്, കാരണം എൻ്റെ കാര്യങ്ങൾ അറിയാവുന്ന വ്യക്തികളോടാണ് പുള്ളിക്കാരത്തി പറയുന്നത്. എന്തായിരുന്നു അവരോട് ചേച്ചിയെക്കുറിച്ച് പറഞ്ഞത്? ഇങ്ങനെ ഷൂട്ടിൻ്റെ ഇടയിൽ സുധിയുടെ 2ാമത്തെ ഭാര്യ എന്ന് പറയുമ്പോൾ പുള്ളി പറഞ്ഞല്ല, 2ാമത്തെ ഭാര്യ എനിക്കറിയാം എന്ന് പറഞ്ഞു. പിന്നെ ഇന്ദു തിരുവല്ല എന്ന് പറഞ്ഞിട്ട് ചേച്ചിയുണ്ട്. സുധിച്ചേട്ടൻ്റെ മോനെ ശാലിനി പോയ ആ സമയത്തൊക്കെ ചേച്ചിയാണ് നോക്കിയൊക്കെ. ചേച്ചിയുടെ അടുത്തും കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ചേച്ചി ഇന്നലെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയും പറഞ്ഞു, ഇല്ല ഞാൻ നിൻ്റെ വീട്ടിൽ വന്നു നിന്ന കാര്യം വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, രേണു അല്ല 2ാമത് കെട്ടിയ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളുടെ ഒരു പർപ്പസ് ഉണ്ടല്ലോ, നമ്മളുടെ ഒരു ഇതുണ്ടല്ലോ, ഒരു വ്യൂ, ആ വ്യൂവിൽ തന്നെയാണ് ഇവിടെ കിടന്ന് കളിച്ചുകൊണ്ടിരുന്നത്. എന്നുവെച്ചാൽ എന്നെ ചവിട്ടി താത്തിയിട്ട് എനിക്ക് മേളിൽ കയറണം എന്നായിരിക്കും ചില ഉദ്ദേശിച്ചത്. കാരണം എന്നെ കൊച്ചാക്കി, എന്നെ കൊള്ളാത്തവളാക്കി, ഞാനൊരു തെരുവിലുള്ളൊരു ലേഡിയെ പോലെ ആക്കി കാണിക്കാനായിരുന്നു പുള്ളിക്കാരത്തി ഉദ്ദേശിച്ചത്. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ചേച്ചിയായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഇല്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇതൊക്കെ എടുത്തിടുന്നത്, ചേച്ചിയെ മോശമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? അത് അറിയാവുന്നവർ ചെന്ന് പുള്ളിക്കാരത്തിയോട് ചോദിക്കും. എനിക്കറിയാം വീണനെ, എനിക്കറിയാം ശിഖേനെ എനിക്കറിയാമെന്ന് പറയും. പുള്ളിക്കാരത്തി പറയും. ആ പുള്ളിക്കാരത്തിയുടെ ഷെയിമാണ്. കാരണം 2ാം ഭാര്യ എന്ന് സുധിച്ചേട്ടൻ ഒരു ഫ്ലോറിലും പറഞ്ഞിട്ടുണ്ട്. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പണി, മനസ്സിലായോ? അതിൻ്റെ കാരണമുണ്ട്. കാരണം എനിക്കൊരു ലൈഫ് ഉണ്ടായി ഞാൻ പൊക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്നെ അതിനകത്ത് വലിച്ചിടരുത്. കാരണം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സുധിച്ചേട്ടൻ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല, മരിച്ചപ്പോഴും ഞാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. ചിലപ്പോൾ പുള്ളി അതുകൊണ്ടായിരിക്കാം ഞാൻ ആ വഴിക്ക് പോയതാണ്. അപ്പോൾ ആ ഒരു സ്നേഹം കൊണ്ടായിരിക്കാം പുള്ളി എന്നെ ഒരിടത്തും വലിച്ചിടാത്തതും. പിന്നെ ഞങ്ങൾ തമ്മിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും പുള്ളിനെ എവിടെയും വലിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ സുഹൃത്തുക്കൾക്കോ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ അറിയാം, ഹസ്ബൻഡ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അല്ല, നമ്മൾ പുറമേ ആരോടും നമ്മൾ പറയാൻ ചെന്നിട്ടില്ല. ചേച്ചി എങ്ങനെയായിരുന്നു സുധിച്ചേട്ടനെ പരിചയപ്പെടുന്നത്? ചാനലിൽ വെച്ചിട്ട്. അതിന് ശേഷം, അതായത് ഇതൊക്കെ നടന്നതിന് ശേഷം ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു, അത് കൂടുതൽ വിവാദത്തിലേക്ക് കടക്കുന്നു. അപ്പോഴും തോന്നുന്നുണ്ടോ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആളുകൾ എന്തുകൊണ്ടാണ് തന്നെ മനസ്സിലാക്കാത്തതെന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഒരാളൊരു കള്ളം പറയുവാണെങ്കിൽ ഉറപ്പായിട്ടും ആ കള്ളം പൊളിക്കാൻ പറ്റും. കാരണം സുധി മാത്രമേ മരിച്ചിട്ടുള്ളൂ, സുധിയുടെ ഫാമിലീസ് ഉണ്ട്.
സുധിയുടെ കൂട്ടുകാരുണ്ട്, അവർക്ക് ആർക്കെങ്കിലും വന്ന് പറയാം, ഇത് പറയുന്നതൊക്കെ പുളുവാണ്, ഇതിലൊന്നും സത്യമില്ല, ആർക്ക് വേണമെങ്കിലും വന്ന് പറയാം. പക്ഷെ അവരാരും പറയുന്നില്ലല്ലോ. സുധിച്ചേട്ടൻ്റെ ഒന്നാമത്തെ ഭാര്യ ചേച്ചിക്ക് അറിയായിരുന്നു. അപ്പോഴൊക്കെ നിങ്ങൾ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ? അപ്പോഴൊന്നും ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ഇല്ല. ശാലിനി ഡാൻസർ ആണെന്ന് എനിക്കറിയായിരുന്നു. ഒരു ദിവസം ശാലിനി ഞാൻ വിളിച്ച് തെറി വിളിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അതൊരു ഫിനാൻഷ്യലി, അതായത് മോൻ ഞങ്ങളുടെ കൂടെ വീട്ടിലാണ് നിൽക്കുന്നത്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൈസയൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ടപ്പം ഞാൻ സുധിയോട് ചോദിച്ചു, ചേട്ടാ നിങ്ങൾ എന്തിനാണ് ഈ കുഞ്ഞ് അവിടെയാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, കുഞ്ഞ് ഇവിടെയാണല്ലോ നിൽക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോഴും പറഞ്ഞ് എടി ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്, അവൾക്ക് മേലാണ്ട് കിടന്നുകൊണ്ടൊക്കെയാണ് ഞാൻ കൊടുത്തതെന്നൊക്കെ പറഞ്ഞു. പിന്നെ ലാസ്റ്റ് ഈ ശാലിനി എന്ന് പറയുന്ന ലേഡി അവരെ ഹസ്ബൻഡുമായിട്ട് നിലവിലുള്ള ഹസ്ബൻഡുമായിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് ഒരു സൈക്കിളൊക്കെ മേടിച്ചു കൊടുത്തു ഈ മോന്. പക്ഷെ അത് അവരുടെ അടുത്ത് മറച്ചു വെച്ച്, എല്ലാവരും മറച്ചു വെച്ച്. അതിനാണ് ഞാൻ ശാലിനി വിളിച്ച് കുറേ വഴക്കൊക്കെ പറഞ്ഞു. അവനെന്തെങ്കിലും വാങ്ങിക്കൊടുക്കണമെങ്കിൽ എനിക്കറിയാം വാങ്ങിക്കൊടുക്കുക, നീ എന്തിനാ അത് വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ എൻ്റെ സാന്നിധ്യത്തിൽ വേണം കൊടുക്കുക. ഇപ്പോൾ അവനെ നോക്കുന്നത് ഞങ്ങളാണ്, മീൻസ് ഞാനും അണ്ണനും ഒക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ഇനി മേലിൽ ഇത് ആവർത്തിച്ചോരുമെന്ന് പറഞ്ഞു. ശാലിനിയുടെ ഡിവോഴ്സ് ആയിരുന്നു ശേഷമായിരുന്നു ചേച്ചിയായിട്ടുള്ള? അതെ 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 അതെ. പിന്നെ എങ്ങനെയായിരുന്നു ശാലിനി കുറെ പിന്നീടാണ് വേറൊരു വിവാഹത്തിലിരിക്കാൻ ശാലിനി പറഞ്ഞപ്പെടുന്നത് അല്ലേ? അതെ. അപ്പോഴും എന്നോട് ഇങ്ങനെ പറഞ്ഞു, അയ്യോ ഞാൻ അങ്ങനെ വെച്ച് മേടിച്ച് കൊടുത്തതല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ അവളോട് ഫോൺ ചെയ്തു, അവൻ എൻ്റെ മകനാണ്, അവൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കൊടുക്കും, നീ വാങ്ങിക്കൊടുക്കേണ്ട കാര്യം, പിന്നെ നിനക്ക് അമ്മയെന്ന നിലയിൽ വാങ്ങിക്കൊടുക്കാം, പക്ഷേ അത് എൻ്റെ സാന്നിധ്യത്തിലായിരിക്കണം എന്ന് പറഞ്ഞു. അത് പറഞ്ഞിരുന്നു ഞാൻ. അല്ലാതെ ഈ ആൾക്കാർ പറയുന്നത് കൂട്ട് സുധി കിച്ചുവിനെ ഞാൻ നോക്കുന്നില്ല, കിച്ചുവിനെ ഞാൻ അടിക്കും, കിച്ചുവിനെ ഞാൻ പട്ടിണിക്കിടും, ഈ കിച്ചുവിനെ പട്ടിണിക്കിടാൻ കിച്ചു അവൻ്റെ അച്ഛൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ചിന്തിക്കാൻ കുറച്ച് വിവരമുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമാണോ എന്ന് വെച്ചാൽ, കിച്ചു വരുമ്പോൾ അവനെ ഞാൻ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്, എൻ്റെ അടുത്ത് വരുമ്പോൾ നോക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാമിന് പോകും, ഞങ്ങൾ ഒരുമിച്ച് മാടനട ചിക്കിങ് എന്ന് പറഞ്ഞിട്ട് ഹോട്ടലുണ്ട്, അവിടെ പോകും, ബീച്ചിൽ പോകും. സുചേട്ട ഇല്ലെങ്കിലും എനിക്ക് വണ്ടിയുണ്ട്, അപ്പോൾ ഞാൻ വണ്ടിയായിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ മോൻ്റെ കാര്യം കൂടിയാണ് പറയുന്നത് ഇതിനകത്ത്, കിച്ചുവിനെ ഞാൻ നോക്കിയിട്ടില്ല എന്നൊക്കെ. എനിക്കറിയില്ല, എൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത്, അതായത് എൻ്റെ കൂടെ കണ്ടിന്യൂസ് നിന്നിട്ടില്ല, അവൻ നിൽക്കുന്ന സമയത്ത് ഞാൻ നോക്കിയിട്ടുണ്ട്. ചേച്ചി ഇപ്പോൾ പറഞ്ഞല്ലോ സുചേട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സിന് അറിയാവുന്നത് കൊണ്ട് വലിയ പ്രശ്നമില്ലാന്ന്. ഒന്ന് ആലോചിച്ച് നോക്കും, ഇപ്പോൾ അത് അവർക്കും അറിയില്ല എന്നുള്ള അവസ്ഥ ഉണ്ടായിരുന്നുവെങ്കിൽ എത്രമാത്രം വേട്ടയാടപ്പെട്ടേനെ. തീർച്ചയായിട്ടും. എനിക്ക് ഇന്നലെ പോയ വീഡിയോയ്ക്കൊക്കെ പിള്ളേരൊക്കെ ഇങ്ങോട്ട് വന്ന്, വീണ ഞാൻ നിച്ചുവാണ്, എനിക്കത് ഭയങ്കര സന്തോഷമായി കേട്ടോ. വർഷങ്ങളായി അവരെ കണ്ടിട്ട്, ഞാൻ നിച്ചുവാണ്, നീ എൻ്റെ ഈ കമൻറ്റ് കാണുമോ എന്ന് എനിക്കറിയില്ല, എനിക്കറിയാലോ. എന്നിട്ട് ഞാൻ അവനോട് ചോദിച്ചു, ഞാൻ എന്ത് തെറ്റാടാ ചെയ്തത് സുധിച്ചേട്ടനോട് എന്ന് വെച്ചപ്പോൾ അവൻ എന്നോട് തിരിച്ചൊരു മറുപടി. എനിക്ക് ഭയങ്കര ആശ്വാസമായത് എന്താണെന്നറിയോ, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എല്ലാം ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് കുറച്ച് പേർക്കറിയാം. അതെനിക്ക് ഭയങ്കര ഒരു ആശ്വാസവാക്ക് തന്നെയാണ്. കാരണം ഞാൻ അത്രയും പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഒരാളെങ്കിലും എന്നെ ഏറ്റെടുക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ. താജിച്ചേട്ടൻ കലാകാരനാണ്. അപ്പൊ താജിച്ചേട്ടനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്ന സമയത്ത് താജിച്ചേട്ടൻ പറഞ്ഞത്, എന്തിനാണ് ആ കുട്ടിയെ ഇങ്ങനെ വലിച്ചു കീറുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. കാരണം സത്യം അറിയാവുന്ന കുറെ ആൾക്കാരുണ്ട്, പക്ഷെ എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ വലിച്ചു കീറുന്നതെന്ന് മനസ്സിലാവില്ല. ആ കുട്ടി വല്ലാത്ത മാനസിക അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇങ്ങനെ മനസ്സിലാക്കുന്ന കുറച്ച് പേരുള്ളത് ഒരു ആശ്വാസമാണ്. താജിച്ചേട്ടൻ ഇന്നലെ ശ്രീകാന്തേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ചേട്ടൻ ട്രിവാൻഡ്രത്താണ്. ചേട്ടൻ വിളിച്ചിട്ട് എൻ്റെ കാര്യങ്ങൾ ഫുള്ളും താജിച്ചേട്ടനോട് പറഞ്ഞു. ഇങ്ങനെയാണ് അവൾ പറഞ്ഞതൊക്കെ സത്യമാണോ, ഒന്നുപോലും കള്ളമില്ല, ഞങ്ങൾക്കറിയാം, ഇതെല്ലാം ഞങ്ങൾക്കറിയാം. പക്ഷേ അവളുടെ സ്ഥാനത്ത് ഈ പറഞ്ഞ എൻ്റെ ഭാര്യയാണെങ്കിൽ അവളെ അടിച്ച് പൊട്ടിച്ച് വിട്ടേനെ. പക്ഷെ അപ്പോഴും അവളോട് ഞാനും അമ്മയും കൂടെ, എനിക്ക് വർക്കല ഷൂട്ട്, ഞാനും അമ്മയും ട്രെയിനിൽ പോകുമ്പോഴാണ് ഞാൻ ശ്രീകാന്തേട്ടനെ ഡിവോഴ്സിന് ശേഷം കാണുന്നത്. അപ്പോൾ ശ്രീകാന്തേട്ടനോട് പറഞ്ഞു, മക്കളെ എന്താ പ്രശ്നം, എന്നോട് പറ. അപ്പം യാദൃശ്യമായിട്ട് കണ്ടാണ് ശ്രീകാന്തേട്ടനെ ട്രെയിനിൽ വെച്ച്. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെയാണ് പ്രശ്നങ്ങളെന്ന് പറഞ്ഞപ്പം അപ്പോൾ ചേട്ടനോട് പറഞ്ഞു, നീ എന്നിട്ട് നിൻ്റെ തീരുമാനം എന്തായി? നമ്മുടെ തീരുമാനമൊന്നുമില്ല ചേട്ടാ, അത് വേണ്ട, വിട്ടുകളെ. നമ്മളെ ആവശ്യമില്ലാത്തവരെ പറയും, എന്തിനാണ് ചേട്ടാ നമ്മൾ നടക്കുന്നത്? നമ്മൾ പണ്ടുള്ള അമ്മമാരും ഒക്കെ പറയും, ഏച്ച് വെച്ചാൽ മുഴച്ചിരിക്കത്തില്ലെന്ന്. എനിക്ക് അങ്ങനെ അള്ളിപ്പിടിച്ച് തൂങ്ങി കിടക്കുന്ന ഇഷ്ടമല്ല. ഞാൻ എല്ലാവർക്കും സത്യസന്ധമായിട്ടുള്ള സ്നേഹവും ബഹുമാനമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തിരിച്ച് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനാണ്? അതിപ്പോൾ ആരാണെങ്കിലും, എൻ്റെ അമ്മയാണെങ്കിലും എൻ്റെ മകനാണെങ്കിലും ആരാണെങ്കിലും, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് വേണ്ട ഏട്ടാ എന്നാണ് ഞാൻ പറഞ്ഞത്. അവർ ഇന്നലെ വിളിച്ചിട്ട് എല്ലാവരും വിളിക്കുന്നുണ്ട്. ഇപ്പോൾ സൂചിൻ്റെ എല്ലാ കൂട്ടുകാരും വിളിക്കുന്നുണ്ട്. പോട്ട് മോനെ നീ വിഷമിക്കേണ്ട, നിൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും വിളിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ചേച്ചിയുടെ ഒരു കരിയർ ഏകദേശം ആ സമയത്ത് പുറകിലായ ഒരു സമയമായിരുന്നു, കരിയർ ഏകദേശം ബ്രേക്ക് ആയ ഒരു സമയമായിരുന്നു. കരിയർ മാത്രമല്ല, മൊത്തത്തിൽ ബ്രേക്കായിരുന്നു, എല്ലാ കാര്യത്തിലും ബ്രേക്കായിരുന്നു. ചേച്ചി ആലോചിച്ചോ, അതിനോട്ട് ഇവിടെ വരെ എടുത്തൊരു സ്ട്രഗിൾ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. അതിൻ്റെ ഇടയിൽ എന്തോരം പേരുദോഷം, ഈ കേൾക്കാൻ പാടില്ലാത്തൊക്കെ ഇങ്ങനെ മറ്റുള്ളവർക്ക് അറിയില്ല നമ്മൾ അത്രയും കിടന്ന് കഷ്ടപ്പെട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെന്നുള്ളത്. പുറത്ത് നോക്കുമ്പം അവൾ ചിരിച്ചും കളിച്ചൊക്കെ നടക്കുന്നത്. പക്ഷേ ഈ ഞാനെന്നല്ല, പുറത്തുള്ള ആരുടെ കാര്യമാണെങ്കിലും പറഞ്ഞത്, അവരെയും കൂടെ ഒന്ന് അറിയാൻ പഠിക്കുക. നമ്മളെ അവരെ ഇട്ട് ഇങ്ങനെ കുറേ പറയുമ്പോഴേ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ട് വന്ന് ഞാൻ കയറിയും ചിലപ്പോൾ ആ സ്ട്രഗിൾ അത്ര അനുഭവിച്ചുകൊണ്ടായിരിക്കും ചേച്ചി ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. തീർച്ചയായിട്ടും മനസ്സിലാവും. കാരണം ഒരാൾ ഒരു കരിയർ ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ പിന്നെയും വലിച്ചു കീറുക എന്ന് പറയുന്നത് അത് അങ്ങേറ്റം വിഷമകരമാണെന്ന് മനസ്സിലാവും. ചേച്ചി നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. അതെ. ഇനി ഞാൻ ഒരു ഇൻ്റർവ്യൂ കൊടുക്കത്തില്ല. പക്ഷേ എനിക്കെതിരെ ഇനി ആരെന്ത് പറഞ്ഞാലും നിയമപരമായിട്ട് തന്നെ പോകും. എൻ്റെ ചുറ്റിനും ഒരുപാട് ആൾക്കാരുണ്ട്, ധൈര്യമായിട്ടിരുന്നോളാൻ പറഞ്ഞു. പിന്നെ ഇന്നലെ എൻ്റെ പ്രൊഡ്യൂസർ എന്നെ വിളിച്ചു, എൻ്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ. ഞാൻ ഉറങ്ങാത്തതുകൊണ്ട് എന്നെ വിളിച്ചിട്ട് ഒത്തിരി സങ്കടപ്പെട്ടു. അത് അങ്ങേറ്റം വിഷമകരമാണെന്ന് മനസ്സിലാവും. ചേച്ചി നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. അതെ. ഇനി ഞാൻ ഒരു ഇൻ്റർവ്യൂ കൊടുക്കത്തില്ല. പക്ഷേ എനിക്കെതിരെ ഇനി ആരെന്ത് പറഞ്ഞാലും നിയമപരമായിട്ട് തന്നെ പോകും.
എൻ്റെ ചുറ്റിനും ഒരുപാട് ആൾക്കാരുണ്ട്, ധൈര്യമായിട്ട് ഇരുന്നോളാൻ പറഞ്ഞു. പിന്നെ ഇന്നലെ എൻ്റെ പ്രൊഡ്യൂസർ എന്നെ വിളിച്ചു, എൻ്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ. ഞാൻ ഉറങ്ങാത്തതുകൊണ്ട് എന്നെ വിളിച്ചിട്ട് ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടു. മനസ്സിലാവും ചേച്ചി അനുഭവിക്കുന്ന ഒരു സ്ട്രഗിൾ എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. കാരണം ഓരോ നെഗറ്റീവ് കമൻസുകളും ഒരു ലേഡി എത്രമാത്രം, കാരണം ഒരു സ്ട്രഗിളിംഗ് പീരീഡിൽ നിൽക്കുന്ന ഒരാൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ ചേച്ചി, താങ്ക് യു സംസാരിച്ചു. അപ്പോൾ പുതിയ വീഡിയോയുമായി ഇനി ഞാൻ വീണ്ടും വരാം. അതുവരെയും എല്ലാവർക്കും ബായ്.